ഹായ് ഗായ്സ്, ഇന്നത്തെ വീഡിയോ വന്നിട്ടൊരു ചെറിയൊരു ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് നമ്മുടെ ചാനലും നമ്മുടെ വീഡിയോസൊക്കെ പുതുതായിട്ടായാലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. രാവിലെ തന്നെ എണീറ്റ് കഴിഞ്ഞ ഒരു കട്ടൻ ചായ കുടിക്കൽ പതിവാണ് കേട്ടോ. മാത്രമല്ല ഒരു ചെറുങ്ങനെ മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. ചില സമയത്ത് നന്നായിട്ട് പെയ്യും, ചില സമയത്തിന് ചെറിയ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ രാവിലെ തന്നെ ഉണ്ടായിരുന്നത്. നമ്മുടെ സുട്ടുമിട്ടയൊക്കെ ഇവിടെ ചലച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആമിക്കുട്ടിയുടെ. അപ്പോൾ ആമിക്കുട്ടി എണീറ്റിട്ടില്ല കേട്ടോ. അവൾക്ക് ചുമ അങ്ങോട്ട് ഭേദമായിട്ടില്ല, കഫക്കെട്ട് ഭേദമായിട്ടില്ല. പനി കുഴപ്പമില്ല കേട്ടോ, പനിയൊക്കെ മാറി അവളെ ഓക്കെ ആയിട്ടുണ്ട്. എന്നാലും കുട്ടിക്ക് ഭയങ്കര ക്ഷീണം, ഈ ജലദോഷമുള്ള കാരണം തോന്നുന്നുണ്ട്. കണ്ണൊക്കെ അങ്ങനെ ഒരുമാതിരി വീർത്ത്, നമ്മൾ പനി വന്നാലും വയ്യാതെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഉണ്ടാവുന്നൊരു തന്നെയാണ് പാമിക്ക്. പിന്നെ ഭയങ്കര വാശിയുണ്ട് കേട്ടോ മൂപ്പത്തിക്ക്. എപ്പോഴും ഇങ്ങനെ എടുത്തുകൊണ്ട് നടക്കണം, മര്യാദയ്ക്ക് ഉറക്കം കിട്ടുന്നില്ല. ഇന്നലെ രാത്രിയൊന്നും വലിയ കുഴപ്പമില്ല. ഇന്നൊക്കെ ഇനി എങ്ങനെ അവസ്ഥ ഒന്നും പറയാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ വേഗം ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി കലാപരിപാടികൾ നോക്കാമെന്ന് വിചാരിച്ചു. ആമിക്കുട്ടി തന്നെ ഞാൻ പറഞ്ഞില്ല, നല്ല ഉറക്കമാണ്. ഇന്നലെ 11:30 വരെയൊക്കെ ഞാൻ വർക്ക് ചെയ്തായിരുന്നു കേട്ടോ. എനിക്ക് പ്രൊജക്റ്റ് വർക്ക് ഞാൻ പറഞ്ഞില്ലേ, അപ്പോൾ കുറേ ഉണ്ട് തീർക്കാനായിട്ട്. ഇങ്ങനെ ഓരോന്ന് ഇങ്ങനെ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ തീർത്ത് വരണുള്ളൂ. എനിക്ക് സമയം കിട്ടണമെങ്കിൽ ആമി ഒന്നില്ലെങ്കിൽ ഉറങ്ങണം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കൂടി ഇരുന്ന് കളിക്കണം. മാമൻ്റെ മക്കളോ ആരെങ്കിലുമൊക്കെ വന്നിരുന്ന് കളിക്കണം. ആ സമയത്ത് എനിക്ക് ചെയ്യാൻ പറ്റാറുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെ തക്കം കിട്ടുമ്പോൾ ഞാനിങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ചെയ്ത് വെക്കാണ്ട് ഒറ്റയടിക്കൊന്നും എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റത്തില്ല. പിന്നെ ഉപ്പുമാവ് ഉണ്ടായിരുന്നു രാവിലെ, അപ്പോൾ അതൊക്കെ കഴിച്ചായിരുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ചായിരുന്നു. പിന്നെ ഞാനിത് ആമി ഉറങ്ങുന്ന സമയത്ത് ഞാൻ വേഗം പോയി കുളിച്ച് വന്നിട്ട് അപ്പോഴത്തേനും ആമി എണീറ്റു. പിന്നെ ഈ കഫക്കെട്ടുള്ളത് കാരണം ഞാൻ ഈ കഞ്ഞിക്കൂർക്കയുടെ ഇല വാട്ടി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ദിവസം ഞാനിപ്പോൾ അത് വാട്ടി കൊടുക്കാൻ ശ്രമിക്കാറുണ്ട്. അതിന് ശേഷം ഞാൻ അവളെ കുളിപ്പിച്ചു കേട്ടോ. പറ്റോ കണ്ണെൻ്റെ കണ്ണൊക്കെ പരത്തിയത് കണ്ട അവിടെ കണ്ട കമ്മശൊക്കെ പരത്തി ഷൊട്ടോട് ജിച്ച കണ്ടോ ഗായ്സ്, പൊട്ടിച്ച് ഈ ഗ്ലാസ്. എന്താ അമ്മി കാട്ടിയത്? എന്താ കാട്ടിയത്? എന്താ കാട്ടിയത്? വളക്കി കുറുമ്പി അടിച്ചാ എന്നെ അടിച്ചു. അയ്യോ എന്റെ കമ്മല് തിന്നേ ആമിന്റെ കമ്മല് തിന്നേ. ക്ലാസ് പൊട്ടിക്കൽ കലാപരിപാടികൾക്ക് ശേഷം ആമിനെ ഞാൻ ഉറക്കാൻ കിടത്തിയിട്ടാ. കുറേ നേരം തോളത്തൊക്കെ ഇട്ട് ആട്ടി, പിന്നെ ഉറങ്ങുന്നില്ല. പിന്നെ കിടക്കയിൽ കൊണ്ട് കിടത്തി, അങ്ങനെ കുറേ ഉറക്കാൻ നോക്കി, ഉറങ്ങുന്നില്ല. അങ്ങനെ കുറേ കഴിഞ്ഞപ്പോൾ ഉറങ്ങിയിട്ട മൂപ്പത്തി ഉറങ്ങി. മീൻകാരൻ്റെ ശബ്ദം കേട്ടപ്പോൾ വേഗം ഞെട്ടി എണീറ്റു. പിന്നെ ഭയങ്കര കരച്ചിൽ. അപ്പോൾ ഞാൻ പിന്നെ തൊട്ടിയിലിട്ടിട്ട് അങ്ങോട്ട് ആട്ടി കുറേ നേരം കിടന്നുറങ്ങിയിട്ടാ. പിന്നെ 1 മണി നേരത്ത് ഞാൻ ഭക്ഷണം കഴിക്കാൻ നോക്കിയപ്പോൾ മൂരിൽ നിറച്ച് നമ്മുടെ വെണ്ണ, ഞാനതൊക്കെ തോണ്ടി ഉണ്ടാക്കി അതൊക്കെ കഴിച്ചു കേട്ടോ. പിന്നെ ഞാൻ ചോറും തൈരും മറ്റേ ചെറുപയർ പിന്നെ മീൻ വറുത്തുണ്ടായിരുന്നു, അതൊക്കെ കൂട്ടിയിട്ട് ചോറുണ്ടിട്ട് വേഗം വെള്ളം കുടിച്ചു. അല്ലെങ്കിൽ തൊണ്ട കിട്ടുമല്ലോ. ഞാൻ ചോറിനുള്ള സമയത്ത് അധികം വെള്ളം കുടിക്കാറില്ല, അതിന് ശേഷമാണ് വെള്ളം കുടിക്കാറുള്ളത്. അപ്പോൾ ആമി നല്ല ഉറക്കമായ കാരണം ഞാൻ വേഗം കുറച്ചും കൂടി ഇരുന്ന് വർക്ക് ചെയ്യാമെന്ന് വിചാരിച്ചു. ഇവിടെ എണീറ്റ് കഴിഞ്ഞാൽ പിന്നെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ആമിക്കുള്ള ഭക്ഷണമൊക്കെ റെഡിയാക്കി വെച്ചതിന് ശേഷമാണ് ഞാനിത് ചെയ്യാനിരുന്നത്. അപ്പോഴത്തേനും ആമി എണീറ്റ്. പിന്നെ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് കുറച്ച് അതിഥികളെ കൊണ്ടുവന്നിട്ടുണ്ട് ഏട്ടെ. കുറേ നാളെ വിചാരിക്കുന്നു കുറേ ഇങ്ങനത്തെ കളർ മീനുകളെ മേടിക്കണം. എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ, ഇങ്ങനത്തെ കുഞ്ഞു കളർ മീനുകളെ മേടിക്കണം. ഞാൻ ഏതൊരു ഹോട്ടലിൽ പോയപ്പോൾ കണ്ടതാണ് കേട്ടോ ഇങ്ങനത്തെ മീനുകളേനെ. പിന്നെ ഇത് അക്വേറിയത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഇങ്ങനത്തെ മീൻ വേണം. അതിപ്പോൾ ഒടുവിൽ സാധിച്ചു. അപ്പോൾ ഇങ്ങനെ എവിടെ വെക്കണം എന്ന് ഇങ്ങനെ കൺഫ്യൂഷനായിട്ട് ഇരിക്കുകയായിരുന്നു. അവസാനം ഞങ്ങൾ അകത്ത് തന്നെ ഡൈനിങ് ടേബിളിൽ തന്നെ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. ലൈറ്റ് ഒന്നും സെറ്റാക്കിയിട്ടില്ല. ഇനിയിപ്പോൾ ലൈറ്റൊക്കെ മേടിക്കണം. മറ്റേ ഗുളു പറയുന്ന സാധനമൊക്കെ ഉണ്ടല്ലോ, ഇങ്ങനെ എയറൊക്കെ ഉള്ളിലേക്ക് കിടക്കണ രീതിയിൽ, ഓക്സിജൻ കൊടുക്കുന്ന രീതിയിലുള്ള സംഭവമൊക്കെ, അതൊക്കെ ഇനി മേടിക്കണം. അപ്പോൾ നമ്മുടെ മീമികൾക്ക് തീറ്റിട്ട് കൊടുക്കുകയാണ് ഏട്ടൻ.
എനിക്ക് ഒരുപാട് ഇഷ്ടമായിട്ടോ. പിന്നെ അത് കഴിഞ്ഞ് ഏട്ടൻ ചിക്കനൊക്കെ മേടിച്ചു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നാളേക്ക് പിറ്റേ ദിവസത്തേക്ക് അമ്മയ്ക്കും ഏട്ടൻ ലീവാണ്, ഏട്ടനും നാളെ ലീവാണ്. അപ്പോൾ എല്ലാവരും കൂട്ടിയിട്ടുള്ള ഒരു ഡേ ഇൻ മൈ ലൈഫ് നാളെ നമ്മൾ കാണിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മുടെ ബാഗിൽ നിന്ന് മിഠായിയൊക്കെ പൊക്കിയിട്ടുണ്ടായിരുന്നു, അതൊക്കെ കഴിച്ചപ്പോൾ ഇന്നത്തെ വീഡിയോ വൈൻഡ് അപ്പ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഭക്ഷണം കഴിക്കണം, പോയി കിടന്നുറങ്ങണം, ആമിക്ക് മരുന്ന് കൊടുക്കണം, ഇതിൻ്റെ കുറച്ചുകൂടി വർക്ക് ഉണ്ട്, അതൊക്കെ കംപ്ലീറ്റ് ചെയ്യണം. അത്രയൊക്കെ തന്നെ ഇതുപോലെയാണ് കേട്ടോ നമുക്ക് ഫിനിഷ് ചെയ്യേണ്ടത്. ഒരെണ്ണം ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സെല്ലോ ടേപ്പ് മൊത്തം വേണ്ടി വന്നു ഗൈസ്. എൻ്റെ ഒരു വിധി നോക്കണേ. അപ്പോൾ ടാറ്റ ബൈ, സീ യു, നാളെ കാണാം.